അമേരിക്കൻ വിദേശ നയങ്ങളും മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക സാമ്പത്തിക ഇടപെടലുകളും എക്കാലത്തും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിമാറാറുണ്ട്. നിലവിൽ ഇറാൻ കേന്ദ്രീകരിച്ച് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിനിടയിൽ മേഖലയിലെ പ്രബല ശക്തിയായ ഇറാഖിന്റെ എണ്ണ സമ്പത്തിനുമേൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. ഇറാഖിലെ പ്രകൃതി വിഭവങ്ങൾ വിദേശ ശക്തികൾ ചൂഷണം ചെയ്യുന്നുവെന്ന ആക്ഷേപം പുതിയൊരു പ്രാദേശിക സാമ്പത്തിക പ്രതിരോധത്തിന് വഴി തുറന്നിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂത്തി മിലീഷ്യയുടെ പരമോന്നത നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അമേരിക്കൻ കമ്പനികൾ ഇറാഖിന്റെ എണ്ണ സമ്പത്ത് വ്യവസ്ഥാപിതമായി കൊള്ളയടിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഇറാഖി ജനത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ രാജ്യത്തെ കറുത്ത പൊന്ന് വിദേശ കോർപ്പറേറ്റുകൾ സ്വന്തമാക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. യുദ്ധത്തിന് മറവിൽ നടക്കുന്ന ഈ ചൂഷണം മിഡിൽ ഈസ്റ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഹൂത്തികൾ വിലയിരുത്തുന്നത്. ഇറാഖിലെ തദ്ദേശീയരായ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള യാതൊരുവിധ പ്രയോജനവും ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിദേശ കമ്പനികൾ ഇവിടുത്തെ ലാഭം മുഴുവൻ കൊള്ളയടിക്കുകയാണെന്നാണ് അൽ ഹൂത്തിയുടെ പ്രധാന ആക്ഷേപം. പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധങ്ങളും ആഭ്യന്തര അസ്ഥിരതയും കാരണം തകർന്നടിഞ്ഞ ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പകരം ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാഖിന്റെ സമ്പത്ത് ഇറാഖികൾക്ക് അന്യമാകുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് യമനിൽ നിന്ന് ഉയരുന്നത്. ഈ സാഹചര്യത്തെ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി കാണാതെ പാശ്ചാത്യ ഇസ്രയേലി ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള സമ്പൂർണ്ണ സാമ്പത്തിക ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനമായാണ് ഹൂത്തി നേതാവ് മാറ്റിയെടുക്കുന്നത്. പാശ്ചാത്യ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ബ്രാൻഡുകളും വാങ്ങുന്നത് വഴി മുസ്ലിം ലോകം തങ്ങളുടെ ശത്രുക്കളുടെ സമ്പദ് വ്യവസ്ഥയെയാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. തങ്ങൾ നൽകുന്ന പണം ഒടുവിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങളായും സൈനിക നീക്കങ്ങളായും രൂപാന്തരപ്പെടുന്നു എന്ന തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകണമെന്ന് ഹൂത്തികൾ ആവശ്യപ്പെടുന്നുണ്ട്. ആഗോളതലത്തിൽ മുസ്ലിം സമൂഹം തങ്ങളുടെ ഉപഭോഗശീലങ്ങളിൽ മാറ്റം വരുത്തണമെന്നും വിപണിയിലെ തങ്ങളുടെ സ്വാധീനം ഒരായുധമായി ഉപയോഗിക്കണമെന്നുമാണ് യമൻ മിലീഷ്യയുടെ നിലപാട്. പാശ്ചാത്യ വിപണികളെ ബഹിഷ്കരിക്കുന്നതിലൂടെ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക അടിത്തറ ഇളക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന സൈനിക ഇടപെടലുകൾക്ക് തടയിടാൻ ഇത്തരം അക്രമരഹിതവും എന്നാൽ ശക്തവുമായ സാമ്പത്തിക പ്രതിരോധങ്ങൾക്ക് സാധിക്കുമെന്നാണ് അൽ ഹൂത്തിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരോക്ഷ യുദ്ധം മുറുകുന്ന ഈ ഘട്ടത്തിൽ ഇറാഖ് പോലെയുള്ള തന്ത്രപ്രധാന രാജ്യങ്ങൾ എന്നും ഒരു യുദ്ധഭൂമിയായി മാറുകയാണ് പതിവ്. സദ്ദാം ഹുസൈന്റെ പതനത്തിന് ശേഷം ഇറാഖിന്റെ എണ്ണപ്പാടങ്ങളിൽ അമേരിക്കൻ കമ്പനികൾക്ക് ലഭിച്ച മേധാവിത്വം ഇന്നും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ പുതിയ വിവാദങ്ങൾക്ക് പിന്നിൽ. വികസനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പേരിൽ ഇറാഖിലെത്തിയ പാശ്ചാത്യ ശക്തികൾ രാജ്യത്തിന്റെ തനത് വിഭവങ്ങളെ തങ്ങളുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്ന ചിന്ത മിഡിൽ ഈസ്റ്റിൽ പൊതുവെ ശക്തമാണ്. തദ്ദേശീയമായ വിഭവങ്ങൾ വിദേശികൾ കൊണ്ടുപോകുമ്പോൾ ഇറാഖിലെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വൈദ്യുതി തടസ്സവും നേരിടുന്ന ഇറാഖി ജനതയ്ക്ക് മുന്നിൽ തങ്ങളുടെ രാജ്യത്തെ എണ്ണ ടാങ്കറുകൾ അതിർത്തി കടന്നു പോകുന്നത് അസഹിഷ്ണുതയോടെ മാത്രമേ കാണാനാകൂ. ഈ ജനവികാരത്തെയാണ് ഹൂത്തികൾ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള ആഗോള പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. അൻസാറുള്ള പ്രസ്ഥാനത്തിന്റെ ഈ ആഹ്വാനം കേവലം യമനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അറബ് ലോകത്താകമാനം വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്നതാണ്. ഇസ്രയേലിന്റെ ഗസയിലെയും ലബനിലെയും സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുന്ന നിരുപാധിക പിന്തുണയിൽ പ്രകോപിതരായ ജനങ്ങൾക്ക് മുന്നിലേക്കാണ് ഈ എണ്ണക്കൊള്ളയുടെ കഥകളും എത്തിച്ചേരുന്നത്. ഇത് പാശ്ചാത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ കൂടുതൽ തീവ്രമാകാൻ കാരണമാകുന്നുണ്ട്. സാമ്പത്തിക ബഹിഷ്കരണത്തിലൂടെ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെ ഓഹരി വിപണിയിലെ മൂല്യമിടിയുന്നത് പാശ്ചാത്യ ഗവൺമെന്റുകളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്നാണ് ഹൂത്തികളുടെ കണക്കുകൂട്ടൽ. മുൻകാലങ്ങളിൽ ഇത്തരം ബഹിഷ്കരണങ്ങൾക്ക് ചില ബ്രാൻഡുകൾക്ക് വലിയ തിരിച്ചടി നൽകിയിട്ടുള്ള ചരിത്രവും ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു.
സൈനികമായി നേരിടുന്നതിനേക്കാൾ വലിയ ആഘാതം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് നൽകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാഖിന്റെ എണ്ണ വ്യവസായത്തിൽ വിദേശ നിക്ഷേപം ആവശ്യമാണെന്ന വാദവുമായി അമേരിക്കൻ അനുകൂലികൾ രംഗത്തെത്താറുണ്ടെങ്കിലും ലാഭവിഹിതം ഇറാഖി സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നതാണ് പ്രധാന പരാജയം. കരാറുകളിലെ സുതാര്യതക്കുറവും അഴിമതിയും വിദേശ കമ്പനികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് ഇടപാടുകളും അനുവദിക്കില്ലെന്ന പ്രാദേശിക മിലീഷ്യകളുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ഇറാന്റെ തന്ത്രപരമായ ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് ഹൂത്തികളുടെ ഈ നീക്കങ്ങൾ. ഇറാഖിലെ എണ്ണ ചൂഷണം മുൻനിർത്തി അറബ് ജനതയെ വൈകാരികമായി ഒന്നിപ്പിക്കാൻ ഇതിലൂടെ കഴിയും. പട്ടിണിയും യുദ്ധവും മാത്രം സമ്മാനിക്കുന്ന പാശ്ചാത്യ നയങ്ങളോട് സഹകരിക്കേണ്ടതില്ലെന്ന സന്ദേശം വളരെ വേഗത്തിലാണ് പ്രാദേശിക സമൂഹങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇറാഖിന്റെ എണ്ണ ഉൽപാദനം ഉയർന്ന നിലയിൽ തുടരുമ്പോഴും രാജ്യത്തിന്റെ കടബാധ്യതകൾ തീരുന്നില്ല എന്ന വൈരുദ്ധ്യം അൽ ഹൂത്തി ഉയർത്തിക്കാട്ടുന്നു. പാശ്ചാത്യ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇറാഖിനെ കടക്കിണിയിൽ നിർത്തിക്കൊണ്ട് വിഭവങ്ങൾ ചുരണ്ടുകയാണെന്ന ആരോപണം ആഗോള സാമ്പത്തിക ക്രമത്തിലെ അസമത്വങ്ങളെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. വികസ്വര രാജ്യങ്ങളുടെ വിഭവങ്ങൾ വികസിത രാജ്യങ്ങൾ കൈക്കലാക്കുന്ന പഴയ കൊളോണിയൽ രീതിയുടെ ആധുനിക പതിപ്പാണിത്. ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങൾ പരസ്പരമുള്ള ഭിന്നതകൾ മറന്ന് ഈ സാമ്പത്തിക യുദ്ധത്തിന് അണിനിരക്കണമെന്നാണ് ഹൂത്തി നേതാവിന്റെ അന്തിമമായ ആഹ്വാനം. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തികമായി പാശ്ചാത്യ ശക്തികളെ ഒറ്റപ്പെടുത്താൻ സാധിച്ചാൽ അത് വലിയൊരു വിജയമായിരിക്കും. വിപണിയിലെ തങ്ങളുടെ വലിയ ജനസംഖ്യയെ ഒരു പ്രതിരോധ കോട്ടയാക്കി മാറ്റാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. യുദ്ധകാലത്തെ ഈ കടുത്ത ആരോപണങ്ങൾ അമേരിക്കയും ഇറാഖും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇറാഖ് പാർലമെന്റിൽ തന്നെയുള്ള അമേരിക്കൻ വിരുദ്ധചേരികൾക്ക് ഈ പ്രസ്താവന കൂടുതൽ ഊർജം പകരും. സ്വന്തം വിഭവങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ ഇറാഖ് ഗവൺമെന്റിനു മേൽ ജനകീയ സമ്മർദ്ദം ശക്തമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കേവലം മിസൈലുകളിലും ബോംബുകളിലും ഒതുങ്ങുന്നില്ല. മറിച്ചത് കൂടുതൽ വിഭവങ്ങൾക്ക് മേലുള്ള കടുത്ത അവകാശവാദങ്ങളിലേക്കും സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും നീങ്ങിയിരിക്കുകയാണ്. ഇറാഖിന്റെ എണ്ണ ചൂഷണത്തെക്കുറിച്ചുള്ള ഹൂത്തികളുടെ വെളിപ്പെടുത്തലുകളും പാശ്ചാത്യ വിപണി ബഹിഷ്കരണ ആഹ്വാനവും വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ആഗോള സമൂഹം ഉറ്റുനോക്കുകയാണ്.